ഹായ് ഓൾ ഓഫ് യു. നമ്മളെല്ലാ ദിവസവും ഒരു ചാപ്റ്റർ അല്ലേ സയൻസ് റിവിഷൻ ചെയ്തു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റിവിഷൻ ചാപ്റ്റർ എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിലെ സയൻസിലെ 2ാമത്തെ ചാപ്റ്ററാണ്, മാറ്റത്തിൻ്റെ പൊരുൾ. അധികം വലിയ ചാപ്റ്ററൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്, ഒരു 10 മിനിറ്റിൽ ഉൾക്കൊള്ളുന്ന വീഡിയോ ആണ്. അപ്പോൾ പ്രധാനമായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യുന്ന കാര്യങ്ങൾ ഓടിച്ച് നോക്കി പോവാം. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഓക്കെ, മറക്കാതെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈ ചാപ്റ്ററിലെ മെയിൻ ഹെഡിങ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് വെറുതെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, വായിച്ച് നമുക്ക് സമയം കളയേണ്ട കാര്യമില്ല. പെട്ടെന്ന് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ഭാഗം മാത്രം നമുക്കൊന്ന് നോക്കി എന്ത് ചെയ്യുക, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഇതെന്തൊക്കെ പഠിക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ബ്രീഫായിട്ട് ആൻസർ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം വേണ്ടത് എല്ലാത്തിനും ഊർജ്ജം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു പ്രവൃത്തി ചെയ്യാനും എന്ത് വേണം, ഊർജ്ജം വേണം അല്ലേ. ഊർജ്ജമില്ലാതെ നമുക്കൊരു പരിപാടിയും നടക്കത്തില്ല. അത് ഒരു തരത്തിലുള്ള ഊർജ്ജം അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഊർജ്ജം. അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം പഠിക്കാനുണ്ട്. അടുത്ത് നോക്കി, ഊർജ്ജത്തിൻ്റെ വിവിധ രൂപങ്ങൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഊർജ്ജം എന്താണെന്ന് പഠിക്കണം, ഊർജ്ജത്തിൻ്റെ വിവിധ രൂപങ്ങൾ നമ്മൾ പഠിക്കണം. അതിനുശേഷം നമ്മൾ പഠിക്കേണ്ട കാര്യം നോക്കൂ. അതിനുശേഷം യാന്ത്രികോർജ്ജത്തെക്കുറിച്ച് ജസ്റ്റ് ഉണ്ട് ടോപ്പിക്കുണ്ട്, രാസോർജ്ജത്തെക്കുറിച്ച് ടെസ്റ്റ് ടോപ്പിക്കുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, എത്ര മാറ്റങ്ങൾ അല്ലേ. നമ്മൾ ഊർജ്ജം എന്ത് ചെയ്യും, നമുക്ക് ഊർജ്ജത്തിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരവസ്ഥയിൽ നിന്ന് വേറെ അവസ്ഥയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കി, ഒരു ബൾബ് പ്രകാശിക്കാൻ എന്താ സംഭവിക്കുന്നത്, വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജമായിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, ഊർജ്ജത്തിൻ്റെ മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. അത് PSC ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താ സംഭവം, ഒരു പ്രവൃത്തി നടക്കുമ്പോൾ എന്ത് ഊർജ്ജ സംഭവം അല്ലേ, മൈക്രോഫോണിൻ്റെ കാര്യമൊക്കെ എന്ത് ചെയ്യുക, PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതും അതേപോലെ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഐസ് ഉരുകുമ്പോൾ എന്നൊരു സംഭവമുണ്ട്. ഐസ് ഉരുകുമ്പോൾ എന്ന ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അവസ്ഥാമാറ്റം എന്നൊരു സംഭവമുണ്ട്. അതേപോലെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പെട്ടെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഭൗതിക മാറ്റം അല്ലെങ്കിൽ സ്ഥിരമാറ്റം. ഈ ഒരു 2 ടോപ്പിക്ക് ജസ്റ്റ് നോക്കണം. അതിനുശേഷം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ടോപ്പിക്ക് പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഓൾറെഡി എന്ത് ചെയ്തു, ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്താണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് എന്താണ് അതിലുള്ള കണ്ടൻറ്റ് വേഗം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം. ഈ ചാപ്റ്റർ എല്ലാ കണ്ടൻറ്റും ഉൾക്കൊണ്ട ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഡിസ്കസ് ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിൻ്റെ ഡീറ്റെയിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് നോക്കാം. പകൽ സമയത്ത് പ്രധാനമായും പ്രയോജനപ്പെടുന്ന ഊർജ്ജം ഏതാണ്, സൗരോർജ്ജം. ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് പെട്ടെന്ന് പോകും, സ്കിപ്പ് എന്ത് ചെയ്യുക, വേണ്ടാത്ത പെട്ടെന്ന് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും. എന്ത് ചെയ്യുക, ഭക്ഷണം പാകം ചെയ്യാൻ താപോർജ്ജമാണ് ഉപയോഗിക്കുക. ടെക്സ്റ്റ് ബുക്കുകളോട് ജസ്റ്റ് പറയുന്നതേ. ഫാൻ പ്രവർത്തിക്കാനാണെങ്കിലോ വൈദ്യോർജ്ജം. ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അതായത് വിവിധ തരം ഊർജ്ജ രൂപങ്ങൾ ജസ്റ്റ് നോക്കിയോ, എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ജസ്റ്റ് നോക്കിയോ. അതാണ് താപോർജ്ജം, വൈദ്യോർജ്ജം, പ്രകാശോർജ്ജം, ശബ്ദോർജ്ജം. ഇതൊക്കെയാണ് എന്ത് ചെയ്യുക, വിവിധ തരം ഊർജ്ജ സ്രോതസ്സുകൾ അല്ലേ. അപ്പം ഊർജ്ജത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറയാം. എന്താണ്, ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് മാറ്റാം, പക്ഷേ നശിപ്പിക്കാൻ പറ്റത്തില്ല അല്ലേ. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഊർജ്ജം, അതാണ് ഊർജ്ജ നിയമം എന്ന് പറയാം അല്ലേ. ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു രൂപത്തിലേക്ക് എന്ത് ചെയ്യാം, മാറ്റാം. ഓക്കെ, അടുത്ത് നോക്കി, വിവിധ സന്ദർഭങ്ങളും ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപങ്ങളും. എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കൂ. മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നു, എന്ത് സംഭവിക്കുന്നത്, അത് ഇന്ധനങ്ങൾ ലഭിക്കുന്ന ഊർജ്ജമാണ് അല്ലേ. തുണി ഉണങ്ങുന്നത് എങ്ങനെയാണ്, അത് സൗരോർജ്ജമാണ് അല്ലേ. നമുക്ക് ബൾബ് പ്രകാശിക്കുമ്പോഴോ ഉപയോഗിക്കുന്ന ഏതാണ്, വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നു. ഉച്ചഭാഷിണി പ്രവർത്തിക്കുമ്പോൾ ഏതാണ്, അതും വൈദ്യുതോർജ്ജമാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ശബ്ദോർജ്ജം എന്നൊന്നും പറയരുത്. ഉച്ചഭാഷിണി പ്രവർത്തിക്കുന്നതാണെന്ത്, അത് വൈദ്യുത ഊർജ്ജമാണ്. ജസ്റ്റ് നോക്കൂ, അടുത്ത് നോക്കി, ഊർജ്ജത്തിൻ്റെ വിവിധ രൂപങ്ങൾ നോക്കൂ. ടോർച്ച് പ്രകാശിപ്പിക്കുമ്പോൾ അല്ലേ ഉണ്ടാകുന്ന ഊർജ്ജം ഏതാ, പ്രകാശോർജ്ജം ഉണ്ടാകും. പ്രയോജനപ്പെടുത്തിയ ഊർജ്ജ രൂപം ഏതാ, പ്രകാശോർജ്ജം തന്നെയാണ് അല്ലേ. അടുത്തേക്ക്, മെഴുകുതിരി കത്തുന്നു എന്നൊരവസ്ഥയിൽ സന്ദർഭത്തിൽ എന്താ സംഭവിക്കുന്നത്, ഉണ്ടാകുന്ന ഊർജ്ജം ഏതൊക്കെയാണ്, പ്രകാശോർജ്ജം ഉണ്ടാകും, താപോർജ്ജം ഉണ്ടാകും അല്ലേ. നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജം ഏതാ, മെഴുകുതിരി കത്തിക്കുന്നത്, അതിൻ്റെ പ്രകാശോർജ്ജം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് അല്ലേ. അടുപ്പിൽ വിറക് കത്തിക്കുമ്പോഴോ എന്താ സംഭവിക്കുന്നത്, അവിടെ പ്രകാശോർജ്ജം ഉണ്ടാവും, താപോർജ്ജം ഉണ്ടാവും. നമ്മൾ ഏതായാലും യൂസ് ചെയ്യുന്ന ഏതാണ്, താപോർജ്ജം അല്ലേ, ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ അല്ലേ. വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു, എന്താ സംഭവിക്കുന്നത്, അവിടെ പ്രകാശോർജ്ജം ഉണ്ടാവും, താപോർജ്ജം ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന നമ്മൾ ഉപയോഗിക്കുന്ന പ്രകാശോർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പടക്കം പൊട്ടിക്കുന്ന സംഭവിക്കും, അവിടെ ശബ്ദോർജ്ജം ഉണ്ടാവും, താപോർജ്ജം ഉണ്ടാവും, പ്രകാശോർജ്ജം ഉണ്ടാവും. നമ്മളതിൽ ഉപയോഗിക്കുന്ന ഏതാണ്, ശബ്ദോർജ്ജമാണ് നമ്മളതിൽ പ്രയോജനപ്പെടുത്തുന്നത് അല്ലേ. നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ സൗണ്ടാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, ഊർജ്ജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്, തോമസ് യങ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഊർജ്ജം എന്ന വാക്ക് ആദ്യമായിട്ട്, ആ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്, തോമസ് യങ് ആണ്. അതേപോലെ
ഊർജ്ജം അളക്കുന്ന യൂണിറ്റ് ജൂളാണ്. ഇതും ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. ഊർജ്ജം പ്രവൃത്തിയൊക്കെ എന്ത് ചെയ്യുക ചോദിക്കാറുണ്ട്. അപ്പം ഈ 2 കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുക. ഇതിന് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് ഓർക്കണ്ട, എങ്കിൽ പോലും എന്താണ് ഈ 2 കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കണം. ഓക്കെ. ഇനി വിവിധ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഊർജ്ജ മാറ്റം ഊർജ്ജ രൂപങ്ങൾ നോക്കി. പൂത്തിരി കത്തുന്നു, അവിടെ എന്താ ഉണ്ടാകുന്നത്? താപോർജ്ജം, പ്രകാശോർജ്ജം, ശബ്ദോർജ്ജം. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു, എന്തുണ്ടാവും? യാന്ത്രികോർജ്ജം ഉണ്ടാവും, ശബ്ദോർജ്ജം, താപോർജ്ജം. മിക്സി പ്രവർത്തിക്കുന്നു, ശബ്ദോർജ്ജം, യാന്ത്രികോർജ്ജം, താപോർജ്ജം. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്നു, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതൊക്കെയാ? ശബ്ദോർജ്ജം, യാന്ത്രികോർജ്ജം, താപോർജ്ജം. ജസ്റ്റ് ഒന്ന് ഓടിച്ചു വയ്ക്കുക. ഏതെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക? യാന്ത്രികമൊക്കെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ കിട്ടത്തുണ്ടാവത്തില്ല അല്ലേ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വയ്ക്കുക. ഇതൊന്നും വേണ്ട, നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. പിന്നെ വാഹനങ്ങളെ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ഏതാണ്? യാന്ത്രികോർജ്ജം. ഓർത്ത് വെച്ചോണേ. യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഊർജ്ജമാണെന്ത്? യാന്ത്രികോർജ്ജം. അതേപോലെ നോക്കി, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജ രൂപം ഏതാണ്? രാസോർജ്ജമാണ്. അപ്പം ഇതൊന്നും ഓർത്ത് വെച്ചോളൂ, നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് കിട്ടത്തില്ല. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം ഏതാണ്? രാസോർജ്ജമാണെന്ന് ഓർത്ത് വെക്കണേ. അടുത്ത് നോക്കൂ, പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മാറ്റുന്നത്. രാസോർജ്ജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു. വിറക് കത്തുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജം രാസോർജ്ജം. എല്ലാ വസ്തുക്കളിലും അടങ്ങിയ ഊർജ്ജം ഏതാണ്? രാസോർജ്ജമാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. എല്ലാ വസ്തുക്കളിലും അടങ്ങിയ ഒരു ഈ ഭാഗത്തോ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. ഓക്കെ. അടുത്ത് നോക്കി, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതായിരുന്നു. പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഊർജ്ജത്തിനായി സൂര്യനെ ആശ്രയിക്കുന്ന വിധം എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ചാർട്ട് എന്ത് ചെയ്യുക? ഒന്ന് നോക്കുക. ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരിയുണ്ട്, ഡീസലുണ്ട്, പെട്രോളുണ്ട്, LNG ഉണ്ട്, LPG ഉണ്ട്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. ഈ 2 ടേബിൾ എന്ത് ചെയ്തു? ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ. അടുത്ത് നോക്കൂ, ഊർജ്ജ മാറ്റങ്ങൾ അല്ലേ. ഊർജ്ജമാറ്റവും ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞിരുന്നു. ഊർജ്ജ നിയമത്തിൽ പറഞ്ഞിരുന്നു എന്താണ്? നമുക്ക് ഊർജ്ജം നശിപ്പിക്കാൻ പറ്റത്തില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറ്റാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബൾബ് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ സംഭവിക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? അവിടെ വൈദ്യുതോർജ്ജം എന്തായി മാറി? പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ട് എന്ത് ചെയ്തു? മാറി, കൺവേർട്ടായി അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാം റിപ്പീറ്റ് കാര്യം തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിരുത്തി അതിൻ്റെ ആദ്യത്തെ ഭാഗം നോക്കിയാൽ ബാക്കി ഏത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നോക്കുന്നുള്ളൂ. മോട്ടോർ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം, യാന്ത്രികോർജ്ജവും പ്രകാശോർജ്ജമായിട്ട് എന്ത് ചെയ്യുന്നു? ആ ഊർജ്ജം മാറുന്നുണ്ട്. തീപ്പെട്ടി കത്തിക്കുമ്പോഴോ രാസോർജ്ജമാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശോർജ്ജവും താപോർജ്ജമായിട്ട് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. മിക്സി പ്രവർത്തിക്കുന്നു, എന്താ സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം, യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായിട്ട് മാറുന്നു. റേഡിയോയിൽ നിന്ന് വാർത്ത കേൾക്കുമ്പോഴോ വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഊർജ്ജ മാറ്റങ്ങൾ നോക്കണം. ചിലത് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തീപ്പെട്ടിയൊക്കെ എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓർക്കണം എന്നില്ല. രാസോർജ്ജം എന്നുള്ള വാക്കും ചിലപ്പോൾ വരണമെന്നില്ല. ഒന്ന് നോക്കിയേക്കുക. ഇനി നമുക്കൊരു ടോപ്പിക്കുണ്ട്, അവസ്ഥാമാറ്റം എന്ന് പറയും. അവസ്ഥാമാറ്റം എന്താ? അവസ്ഥാമാറ്റം എന്ന് പറയുന്നത് വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നു. അപ്പോൾ അവസ്ഥാമാറ്റത്തിന് കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ചോദിക്കാൻ നോക്കി, ശരിയോ തെറ്റോ എന്നൊക്കെ ചോദിക്കും. വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നു. അപ്പം ഈ അവസ്ഥാമാറ്റത്തിലുള്ള ബോക്സ് 3 ആ പോയിന്റ് അങ്ങ് പഠിച്ചേക്കുക. താപോർജ്ജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്കും അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലേക്കും എന്ത് ചെയ്യുന്നു? മാറുന്നു. അപ്പം ഈ കാര്യം ഓർക്കുക, താപോർജ്ജം സ്വീകരിച്ച് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു. ആ കാര്യം ഓർത്തിരിക്കുക. ഊർജം പുറത്തുവിട്ട് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു. അപ്പം ഒരു റൊട്ടേഷൻ പോലെ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഈ 3 കാര്യം ഒന്ന് ഓർത്തിരിക്കണം. അവസ്ഥാമാറ്റം എന്നുള്ള ഈ ഭാഗം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഈ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തിരിക്കണേ. അതേപോലെ നോക്കി, ഐസ്, ജലം, നീരാവി എന്നിവയിൽ ഏറ്റവും കൂടുതലുള്ള അവസ്ഥ അല്ലേ, ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള അവസ്ഥ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോണം. അപ്പം എന്താണ് അവസ്ഥാമാറ്റം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഖരം, ദ്രാവകം, വാതകം എന്ത് ചെയ്യുക? അപ്പം നമ്മൾ താപം കൊടുക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും അല്ലെ പുറത്തു വിടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ആ മാറ്റയ്ക്ക് പറഞ്ഞ പേരാണെന്ത്? അവസ്ഥാമാറ്റം എന്ന് പറയും. അപ്പോൾ നമ്മൾ ജലത്തിൻ്റെ കാര്യം എടുത്താൽ എന്താണ്? അത് ഐസാകും, ജലമാകും, ചൂടാക്കിയ നീരാവിയാകും. അപ്പോൾ ജലത്തിന് എത്ര അവസ്ഥകളുണ്ട്? ഖരം, ദ്രാവകം, വാതകം, 3 അവസ്ഥയുണ്ട് അല്ലേ. ഈ 3 അവസ്ഥയിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള അവസ്ഥ ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ അവസ്ഥ ഏതാണ്? നീരാവിയാണ്. ഇത്ര മനസ്സിലായല്ലോ. അതേപോലെ ഏറ്റവും കുറഞ്ഞ ഊർജ്ജമുള്ള അവസ്ഥ അല്ലേ, ജലത്തിൻ്റെ 3 അവസ്ഥയിൽ ഏറ്റവും കുറഞ്ഞ ഊർജ്ജമുള്ള അവസ്ഥ ഏതാണ്? ഐസാണ്. മനസ്സിലായല്ലോ. അടുത്ത് നോക്കി, ഇമ്പോർട്ടൻ്റ് ആയ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അറിയപ്പെടുന്നതാണ് ഭൗതിക മാറ്റങ്ങളാണ്.
മനസ്സിലായല്ലോ. അതിൻ്റെ അവസ്ഥ, ആകൃതി, വലിപ്പം എന്നിവയിൽ മാറ്റം വരുന്ന അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണെന്ത്? ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയും. നോക്കി ഈ എക്സാമ്പിൾ നോക്കൂ. പദാർത്ഥങ്ങൾ വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം എന്താണ്? ഭൗതിക മാറ്റങ്ങളാണ് അല്ലേ? ഈ കാര്യം ഓർക്കുക, ഭൗതിക മാറ്റങ്ങളാണ്. അപ്പോൾ പദാർത്ഥങ്ങൾ വികസിക്കുക, ഉരുകുക, പൊട്ടുക, കീറുക, ഇതൊക്കെ എന്താണ്? ഭൗതിക മാറ്റങ്ങളാണ് അല്ലേ? അപ്പം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുക. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയൊരു പദാർത്ഥം എന്ത് ചെയ്യുന്നില്ല? ഉണ്ടാകുന്നില്ല. ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി താഴെ ഭൗതിക മാറ്റം കുറച്ച് എക്സാമ്പിളാണ് അല്ലേ? മെഴുക് ചൂടാകുമ്പോൾ ഉരുകുന്നു അല്ലേ? എന്താണ്? ഉരുകിയ മെഴുകിനും ഉരുകാത്ത മെഴുകിനല്ല, മെഴുകുതിരിക്കൊക്കെ എന്താണ്? ഒരേ സ്വഭാവമാണ് അല്ലേ? പച്ചക്കറി മുറിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാകുന്നു. അതെന്താണ്? ഭൗതിക മാറ്റമാണ് അല്ലേ? അതിൻ്റെ പദാർത്ഥത്തിന് മാറ്റമൊന്നുമില്ല, പക്ഷേ എന്താണ്? ഭൗതിക മാറ്റമാണ് അല്ലേ? PVC പൈപ്പ് ചൂടാക്കുമ്പോൾ വികസിക്കുന്നു. പേപ്പർ ചുരുട്ടുമ്പോൾ ആകൃതി മാറുന്നു. ഇതൊക്കെ എന്താണ്? ഭൗതിക മാറ്റത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഓക്കെ, അടുത്ത് നോക്കി. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങൾ പറഞ്ഞ പേരാണെന്ത്? രാസപ്രവർത്തനങ്ങൾ. അപ്പോൾ രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഒരു പദാർത്ഥം മാറി വേറൊരു പദാർത്ഥം തന്നെയായി മാറും അല്ലേ? മറ്റേതെന്താണ്? ഷേപ്പിൽ, ആകൃതിയിലൊക്കെ വലിപ്പത്തിലൊക്കെ വ്യത്യാസം വരുന്നതാണിത് ഭൗതിക മാറ്റം എന്ന് പറയും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയ 2 ടോപ്പിക്ക് അതൊക്കെയാണ്: ഭൗതിക മാറ്റം, രാസമാറ്റം. അപ്പോൾ രാസമാറ്റം എന്താണ്? സ്ഥിരമാണ്. രാസമാറ്റം സ്ഥിരമാണ്. ഓക്കെ, രാസമാറ്റങ്ങൾക്ക് ഉദാഹരണം നോക്കി. ഏതാണ്? വസ്ത്രങ്ങൾ വെയിലേറ്റ് മങ്ങുന്നു, പേപ്പർ കത്തിക്കുമ്പോൾ ചാരമായി മാറുന്നു, മാങ്ങ പഴുക്കുന്നു, ഇരുമ്പ് തുരുമ്പാകുന്നു, ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നു അല്ലേ? ഇതൊക്കെ എന്താണ്? രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. നമ്മൾ ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പം വായി കിടക്കുന്ന ചോറ് തന്നെയല്ലേ എന്നൊക്കെ എന്ത് ചെയ്യുക? വിചാരിക്കരുത്. അത് ഭൗതിക മാറ്റം എഴുതി വെക്കരുത്. ഏതാണ്? ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നതാണത് രാസമാറ്റം എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു തവണ ഓടിച്ചെന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഈ ചാപ്റ്ററിലെ തന്നെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ത്? രാസമാറ്റവും ഭൗതിക മാറ്റവും. അതിൽ 2 എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തേക്കുന്ന ഈ എക്സാമ്പിൾ തന്നെ മനസ്സിലേക്ക് എന്ത് ചെയ്യുക? അങ്ങ് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത് നോക്കി. പ്രകാശ സംശ്ലേഷണ സമയത്ത് നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? പ്രകാശോർജ്ജം എന്തായി മാറുന്നു? രാസോർജ്ജമായിട്ട് മാറുന്നു. അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ, 6ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ. ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ഊർജ്ജം എന്താണ്? ഊർജ്ജത്തിൻ്റെ വിവിധ രൂപങ്ങൾ എന്താണ്? ഊർജ്ജത്തിൻ്റെ കൺവേർഷൻ അല്ലെ? ഊർജ്ജം ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റും അല്ലേ? പിന്നെ കുറച്ച് എക്സാമ്പിൾ, കുറച്ച് പ്രവർത്തികൾ തന്നിട്ട് അതിലെന്താണ്? ഏതവസ്ഥയിൽ നിന്ന് ഏതവസ്ഥയിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ഊർജ്ജത്തിൻ്റെ ഏതാണ് നമ്മൾ ഏത് കാര്യമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അല്ലേ? അതേപോലെ ഭൗതിക മാറ്റം, രാസമാറ്റം, അതിൻ്റെ എക്സാമ്പിൾ. ഇത്രയും കുഞ്ഞു കാര്യങ്ങൾ എന്ത് ചെയ്യുള്ളൂ ഈ ചാപ്റ്ററിലുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.